ഹായ് ഓൾ. ഇന്ന് നമ്മൾ ട്രിഗ്നോമെട്രിയിലെ ഒരു ക്വസ്റ്റ്യനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് 2024 ഫൈനൽ എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. ഓക്കെ, എങ്ങനെയാണിത് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. കമോൺ. ഓക്കെ, ഫ്രം എ പോയിൻറ്റ് ഓൺ ദ ഗ്രൗണ്ട് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 100 meters away from a tower, the top of the tower is seen at an angle of elevation 45 degree. Okay, from a point on the ground at a distance of 100 meters away from a tower. ഒരു ടവർ ഉണ്ട്, ഒരു ഗോപുരം. ആ ഗോപുരത്തിൻ്റെ ചുവട്ടിൽ നിന്നും 100 മീറ്റർ അകലെയായിട്ടുള്ള മറ്റൊരു പോയിൻ്റ് ഉണ്ട്. ഒരു പോയിൻ്റ്. ഓക്കെ, ഒരു ഗോപുരം എന്ന് മനസ്സിലിങ്ങനെ വിചാരിക്കുക, ഒരു കെട്ടിടം മനസ്സിൽ വിചാരിക്കുക. അതിൻ്റെ ഫൂട്ട്, അതിൻ്റെ ചുവട്ടിൽ നിന്ന് 100 മീറ്റർ അകലെയായി മറ്റൊരു പോയിൻ്റ് ഉണ്ട്. ആ പോയിന്റിൽ നിന്നും ഈ ഗോപുരത്തിൻ്റെ മുകൾ ഭാഗം എത്ര ഡിഗ്രി എലിവേഷനിൽ കാണുന്നു? 45 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു. ഫ്രം ദ ടോപ്പ് ഓഫ് ദി ടവർ, ഈ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും എ കാർ ഈസ് സീൻ ഓൺ ദി ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദി ടവർ. ഒരു കാറ്, അത് ഈ ടവറിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ്. ആ കാറ് സൈഡ് ഓഫ് ദി ടവർ അറ്റ് ആൻ ആംഗിൾ ഓഫ് ഡിപ്രഷൻ 25 ഡിഗ്രി. അത് എത്ര ഡിഗ്രിയിൽ കാണുന്നു? 25 ഡിഗ്രി കീഴ്ക്കോണിൽ കാണുന്നു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡ്രോ എ റഫ് ഫിഗർ ഷോയിങ് ദ ഡീറ്റെയിൽസ് ഗിവൺ ഇൻ ദി ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ളത് വെച്ചിട്ട് നമ്മൾ റഫ് ഫിഗർ വരയ്ക്കുക. 2, ഒരു ഏകദേശ ചിത്രം വരയ്ക്കുക, മുകളിൽ പറഞ്ഞിരിക്കുന്ന വിവരങ്ങളെല്ലാം വെച്ചിട്ട്. ബി പാർട്ട് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദി ടവർ. നമുക്ക് ഗോപുരത്തിൻ്റെ ഉയരം എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. 3ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ഡിസ്റ്റൻസ് ഓഫ് ദി കാർ ഫ്രം ദി ടവർ. ഈ കാറ് ഈ ഗോപുരത്തിൻ്റെ ചുവട്ടിൽ നിന്നും എത്രത്തോളം അകലെയാണ് എന്നെന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. അപ്പോൾ ഇത്രയാണ് എന്ത് ചോദ്യം. ഇത് 3ഉമാണ് ചോദ്യം. നമുക്ക് നമ്മുടെ ജോലിയിലേക്ക് കടക്കാം. ഒന്നാമത്തെ പണി ഈ പടം വരയ്ക്കുക എന്നുള്ളതാണ്, ശരിയല്ലേ? അപ്പോൾ ആദ്യമേ ഞാനിവിടെ എന്ത് ചെയ്യുന്നു? ഒരു ഗോപുരം വരയ്ക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. AB എന്ന് ഞാൻ പേരും കൊടുക്കുന്നു. ഈ AB ആണ് എൻ്റെ ഗോപുരം എന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ ഈ AB എന്ന് എഴുതിയിട്ട് ഞാനിവിടെ എന്തെന്ന് മെൻഷൻ ചെയ്യുന്നു? ടവർ. വേണമെങ്കിൽ ഗോപുരം എന്ന് മലയാളം മീഡിയം കുട്ടികളുണ്ടെങ്കിൽ അവർ എഴുതിക്കോളൂ. ഓക്കെ, AB എന്ന് പറയുന്നത് നമ്മുടെ ടവറാണ്, ഗോപുരമാണ്. ഇതിൻ്റെ ഈ ചുവട്ടിൽ നിന്നും 100 മീറ്റർ അകലെയുള്ള മറ്റൊരു പോയിൻ്റ്. ഓക്കെ, 100 മീറ്റർ അകലെയുള്ള മറ്റൊരു പോയിൻ്റാണ് C. ഈ സിയിൽ നിന്നും ഈ ഗോപുരത്തിൻ്റെ ടോപ്പായിട്ടുള്ള B എന്ത് ചെയ്യുന്നു? ഈ ആൾ കാണുകയാണ്. ഇവിടെ ഒരാൾ നിൽക്കുകയാണെങ്കിൽ അയാൾ കാണുകയാണ്. എത്ര ഡിഗ്രിയിലാണ് കാണുന്നത്? 45 ഡിഗ്രി. എത്ര ഡിഗ്രി കാണുന്നു? 45 ഡിഗ്രിയിൽ. ഓക്കെ, ഇവിടെ 90 ഡിഗ്രിയാണ്. ഗോപുരവും തറയും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ, ഒരു കെട്ടിടവും തറയും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും എന്ന് അസ്യൂം ചെയ്തുകൊണ്ടാണ് കണക്കുകളെല്ലാം ചെയ്യുന്നത്. ഓക്കെ, അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് ഈ ഫൂട്ടുണ്ടല്ലോ ഇവിടെ, ഇതാണ്ടേ ഈ പാദം, ഈ ഗോപുരത്തിൻ്റെ പാദം, ഇവിടെ നിന്നും കുറേ അങ്ങോട്ട് മാറി, എവിടെയാണെന്നൊന്നും അറിയില്ല, കുറച്ചങ്ങോട്ട് മാറി ഇവിടെ ഒരു കാറുണ്ട്. ഓക്കെ, കാറിന് നമുക്ക് D എന്ന് പേര് കൊടുക്കാം. ഇവിടെ ഒരു കാറുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, കാർ. ഈ കാറ് ഈ ഗോപുരത്തിൻ്റെ മുകളിൽ നിന്നും എത്ര ഡിഗ്രി ഡിപ്രഷനിൽ കാണുന്നു? ഡിപ്രഷൻ എങ്ങനെ നമ്മൾ വരയ്ക്കുക? ഡിപ്രഷൻ വരയ്ക്കണമെങ്കിൽ ആദ്യമേ സ്ട്രെയിറ്റ് വ്യൂ വരയ്ക്കണം, ശരിയല്ലേ? ഇതാണ് സ്ട്രെയിറ്റ് വ്യൂ. സ്ട്രെയിറ്റ് വ്യൂക്കും ഈ ഡിപ്രസ്ഡ് വ്യൂവിനും ഇടയിലുള്ള ആംഗിൾ ആണെന്ന് പറയുന്നത് 25 ഡിഗ്രി. ഇവരുടെ പറയുന്നുണ്ട് 25 ഡിഗ്രി ആണെന്ന്. ഞാനവിടെ വരച്ചു. അത് എത്ര ഡിഗ്രി? 25 ഡിഗ്രി. നമ്മുടെ പാരലൈനിൻ്റെ കൺസെപ്റ്റ് അനുസരിച്ച് ഇവിടെയുമുള്ള ആംഗിൾസിനെ നമ്മൾ ഓൾട്ടർനേറ്റീവ് ആംഗിൾസ് എന്നാണ് പറയുന്നത്. സോ ഈ 25 ഡിഗ്രി എടുത്ത് ഇവിടെ എഴുതിയെങ്കിൽ മാത്രമേ നമുക്ക് കണക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, 25 ഡിഗ്രി എടുത്ത് ഇവിടെ എഴുതണം. സോ ഇവിടെ 25 ഡിഗ്രിയാണ് എങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. ഓക്കെ, ആംഗിൾ ഓഫ് ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്തോണം, എങ്കിലേ നമുക്ക് ആൻസർ കിട്ടുള്ളൂ. ശരി, ബാക്കി നോക്കാം. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ ഏകദേശം ചിത്രമൊക്കെ എന്ത് ചെയ്തു? വരച്ചു. എല്ലായിടത്തും പേരൊക്കെ കൊടുത്തു. സംഭവങ്ങളെല്ലാം ക്ലിയറായി. എല്ലായിടത്തും പേരെല്ലാം കൊടുത്തു. ഒന്നാമത്തെ ചോദ്യം നമുക്ക് ടിക്ക് ചെയ്യല്ല, നമ്മളത് ചെയ്ത് കഴിഞ്ഞില്ലേ? ഓക്കെ, അടിപൊളി, അത് ചെയ്ത് കഴിഞ്ഞു. അടുത്തത് എന്താണ്? ഗോപുരത്തിൻ്റെ ഉയരം കണക്കാക്കുക. ഗോപുരത്തിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ ടവറിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കാം. ടവറിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ട്രയാങ്കിൾ ഇങ്ങോട്ട് മാറ്റി വരയ്ക്കാൻ പോവാണ്. ശ്രദ്ധിക്കുക, ഈ ഒരു ട്രയാങ്കിൾ നമുക്ക് ഇങ്ങോട്ട് മാറ്റി വരയ്ക്കാം. എന്നിട്ട് നമുക്ക് ഹൈറ്റ് കണ്ടുപിടിക്കാം. ഓക്കെ, എന്താ ഇവിടുത്തെ പേരുകൾ എന്തൊക്കെ? ഇവിടെ A ആണ്, ഇവിടെ C ആണ്, ഇവിടെ മുകളിൽ B ആണ്, ശരിയല്ലേ? ഇനി ഇവിടെ 45 ഡിഗ്രിയാണ്. ഓക്കെ, ഇവിടെ 90 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ആംഗിൾ എത്ര ഡിഗ്രി? ആ ആംഗിൾ 45 ഡിഗ്രി ആയിരിക്കും. അറിയാമല്ലോ, 45 90 വന്നാൽ അത് എത്രയായിരിക്കണം? 45 ആയിരിക്കണം. ഇവിടെ 100 മീറ്റർ ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. തന്നിരിക്കുന്ന ആംഗിൾസ് ആരൊക്കെയാണ്? 90 45. അത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുക. 90 ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല.
പിന്നെ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്, ഇത് 45 ആണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. 5 135. ഓക്കെ, 180 നമ്മൾ എന്ത് മൈനസ് ചെയ്യണം? 135. അപ്പോൾ ഇവിടുന്ന് 7 10 5 7 3 പോയാൽ 4 0. ഇവിടെ എത്ര ഡിഗ്രിന്ന് കിട്ടി? 45 ഡിഗ്രിന്ന് കിട്ടി. ഈ 45 ഡിഗ്രി വന്നാൽ നിങ്ങൾക്കറിയാം അതിൻ്റെ സൈൻ വാല്യൂ, കോസ് വാല്യൂ, ടാൻ വാല്യൂ ഒന്നും എന്ത് ചെയ്യാൻ പോകുന്നില്ല, അവർ തരാനേ പോകുന്നില്ല. നിങ്ങൾ നോക്കിയാൽ മതി. നമുക്കിവിടെ തന്നിരിക്കുന്ന സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റിനകത്ത് അവർ സൈൻ കോസ് ടാൻ്റെ വാല്യൂ 45 ഡിഗ്രി കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഇവിടെ 25 ഡിഗ്രി പറഞ്ഞിട്ട് 25 ഡിഗ്രിയും കൊടുത്തിട്ടില്ലല്ലോ. 45 ഡിഗ്രിയും 25 ഡിഗ്രി ആണല്ലോ നമ്മുടെ ആംഗിൾസ്. അപ്പോൾ 45 ഡിഗ്രി കൊടുക്കില്ല. ഓക്കെ, 25 ഡിഗ്രിയും കൊടുത്തിട്ടില്ല. 25 ഡിഗ്രി കൊടുത്തിട്ടില്ലെങ്കിൽ അവിടെ വേറെ എന്താണ് ഇവർ കൊടുത്തിരിക്കുന്നത് നോക്കാം. 65 ഡിഗ്രി. അവിടെ എന്തോ ഒരു കാര്യമുണ്ട്, അത് നമ്മൾ കണ്ടുപിടിക്കണം. നമുക്ക് നോക്കാം, നമുക്ക് ചെയ്തു വരുമ്പോൾ അതെന്ത് ചെയ്യാം നോക്കാം. അപ്പോൾ ഇവിടെ വരട്ടെ, 45 വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാം? 45 വന്നാൽ എങ്ങനെ ചെയ്യാം നോക്കൂ. ഇവിടെ 45:90 ഒരു റേഷ്യോ ഉണ്ടല്ലോ. എന്താണ്? 1:1:√2. സോ ഇവിടുത്തെ ഈ 45 ഓപ്പോസിറ്റ് 100 ആണെങ്കിൽ ഈ 45 ഓപ്പോസിറ്റ് എത്രയായിരിക്കണം? 100 ആയിരിക്കണം. ഇവിടെ 100√2 ആയിരിക്കണം. ഇത് നമുക്ക് വേണ്ട, സത്യം പറഞ്ഞാൽ 90 ഓപ്പോസിറ്റ് ഉള്ളതും നമുക്ക് വേണ്ട, ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇവിടെ 100 ആയിരിക്കണം, 100 മീറ്റർ. ഓക്കെ, സിമ്പിളായിട്ട് കിട്ടി. ഇവിടെ ഈ ഒരു ഗോപുരത്തിൻ്റെ ഹൈറ്റ് എത്രയാണ്? 100 മീറ്റർ ആണ്. അപ്പോൾ ഗോപുരത്തിൻ്റെ ഹൈറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു, AB എന്നുള്ളത് കിട്ടിക്കഴിഞ്ഞു. എത്രയാണ്? 100 മീറ്റർ. 100 മീറ്റർ നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, സിമ്പിളായിട്ട് നമുക്കത് കിട്ടി. ഇതിൻ്റെ B നമ്മൾ ചെയ്തു. ഇനി C എന്ന് പറയുന്നത് ഗോപുരത്തിൽ നിന്നും കാറിലേക്കുള്ള ദൂരം എത്രയെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ്. ഗോപുരത്തിൽ നിന്നും കാറിലേക്കുള്ള ദൂരം. അതിനുവേണ്ടി നമ്മൾ ഈ ട്രയാങ്കിൾ എന്ത് ചെയ്യണം? മാറ്റി വരയ്ക്കണം. ഈ ട്രയാങ്കിൾ മാറ്റി വരച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ ഇവിടെ 25 ഡിഗ്രി ആണെന്നുള്ളതൊക്കെ എന്ത് ചെയ്യുക? ഓർക്കുക. ഇവിടെ 25 ഡിഗ്രിയാണ്. നമ്മളതിനകത്ത് വേണം എന്ത് ചെയ്യാൻ? ആ ആംഗിൾ ഒക്കെ ഉപയോഗിച്ച് വേണം അത് കണ്ടുപിടിക്കാൻ. ആ ആംഗിളിൻ്റെ വാല്യൂ ഇവിടെ കൊടുത്തിട്ടില്ലെങ്കിലും അതുമായി ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യമുണ്ട്, നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ, അപ്പോൾ നേരെ ആ ട്രയാങ്കിൾ മാറ്റി വരയ്ക്കാം. ശ്രദ്ധിക്കാം, ട്രയാങ്കിൾ മാറ്റി വരയ്ക്കാൻ പോവുകയാണ്. ശ്രദ്ധിച്ചിരിക്കുക. നമ്മുടെ ഗോപുരം അല്ലേ? ഗോപുരം എത്രയാണ്? AB. ഇത് എത്രയാണ്? 100 മീറ്റർ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു, ശരിയല്ലേ? ആ, ഓക്കെ, ഇവിടെയാണല്ലോ നമ്മുടെ കാറ് കിടക്കുന്നത്. കാറ് കിടക്കുന്ന പോയിൻ്റ് D ആണ് അല്ലേ? D ആണ്. ഇവിടെ എത്ര ഡിഗ്രി? 25 ഡിഗ്രി എന്നൊക്കെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഇവിടെ 90 ഡിഗ്രി. അപ്പോൾ 25 ഡിഗ്രീൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടില്ല. നമ്മളത് നോക്കണം. നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് വായിക്കണം. നമുക്ക് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ള ആംഗിൾസിൻ്റെ വാല്യൂസ് ആണോ ഇവന്മാർ സപ്പോർട്ടിങ് ഡോക്യുമെൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ്റെ താഴെ കൊടുത്തിട്ടുള്ളത് നോക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ, ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ടൈം വേസ്റ്റ് ആകും. കാര്യം നമ്മൾ ഈ 25 ഇട്ട് ചെയ്യാൻ ശ്രമിക്കും. 25 ഇട്ട് ചെയ്യാൻ ശ്രമിച്ച് നമ്മൾ 25ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വരുമ്പോഴായിരിക്കും അറിയുന്നത്, അയ്യോ 25ൻ്റെ വാല്യൂ കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 25ൻ്റെ വാല്യൂ കൊടുത്തിട്ടില്ല, 65ൻ്റെ വാല്യൂ കൊടുത്തിരിക്കുന്നെങ്കിൽ ഇവിടെ എവിടെ 65 വരും. നമുക്കിതൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. ആംഗിൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ 90യും 25ഉം കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടുകയാണ്? 115 എന്ന് കിട്ടുകയാണ്, ശരിയല്ലേ? 115. 180 നിന്ന് 115 കുറച്ചാലോ? ഇവിടെ 7, ഇവിടെ 10. 10 5 പോയാൽ 5, 7 1 പോയാൽ 6, 1 പോയാൽ 0. അപ്പോൾ ഇവിടെ എത്ര ഡിഗ്രിയാണ്? 65 ഡിഗ്രിയാണ്. ഓക്കെ, ഇപ്പോൾ 65 ഡിഗ്രി കിട്ടി. അപ്പോൾ 65 ഡിഗ്രി ആണല്ലോ ഇവരവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ 65 ഡിഗ്രി വെച്ചിട്ട് വേണം കാര്യങ്ങളെ ഇനി എന്ത് ചെയ്യാൻ? ഫോക്കസ് ചെയ്യാൻ. ഓക്കെ, 65ന് ഓപ്പോസിറ്റാണ് ഈ സൈഡ് കിടക്കുന്നത്. സോ ഇതിനെ എന്തായിട്ട് കണക്കാക്കുക? ഓപ്പോസിറ്റ് സൈഡ്, എതിർവശം. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള ഇയാൾ ആരായിരിക്കും? ഹൈപ്പോട്ടനസ്, കർണം. അപ്പോൾ ഇയാൾ ആരാണ്? അഡ്ജസൻറ്റ് സൈഡ്, സമീപവശം. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് കണ്ടുപിടിക്കേണ്ടത് A മുതൽ D വരെയുള്ള, ഇവിടെയാണല്ലോ കാർ കിടക്കുന്നത്. നമ്മുടെ A മുതൽ D വരെ ഉള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഓപ്പോസിറ്റ് കണ്ടുപിടിക്കണം. നമ്മുടെ കയ്യിൽ ആകെ ഉള്ളത് ഈ 100 മീറ്റർ ആണ്, അത് അഡ്ജസൻ്റ് ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് അഡ്ജസൻ്റ് റിലേഷൻ എന്താ? സൈൻ്റെ റിലേഷൻ എന്താ? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിനസ്. കോസിൻ്റെ റിലേഷൻ എന്താ? അഡ്ജസൻ്റ് ബൈ ഹൈപ്പോട്ടിനസ്. ടാൻ്റെ റിലേഷൻ എന്താ? ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. അപ്പോൾ ആരാ ഇവിടെ വേണ്ടുന്നത്? ടാൻ. ഓക്കെ, നമ്മൾ എഴുതി ടാൻ ഇക്വേഷൻ എഴുതി. ടാൻ A ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് ബൈ എന്താണ്? അഡ്ജസൻ്റ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻ്റ് സൈഡ് എന്നൊക്കെ എഴുതിയാൽ അത്രയും നല്ലത്. ഓക്കെ, ടാൻ എത്ര ഡിഗ്രി അവിടെ? 65 ഡിഗ്രി. ടാൻ 65 ഡിഗ്രി ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ആരാണ്? AD ആണ്. അഡ്ജസൻ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? AB ആണ്. ശരി, ഞാൻ പേര് കൊടുത്തു. ഓപ്പോസിറ്റിന് AD എന്നും കൊടുത്തു, അഡ്ജസൻറ്റിന് AB എന്നും കൊടുത്തു. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ടാൻ 65ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
ടാൻ 65ൻ്റെ വാല്യൂ എത്രയാണ്? ടാൻ 65ൻ്റെ വാല്യൂ 2.14 ആണ്. 2.14. ഓക്കെ, ടാൻ 65ന് പകരം നമ്മൾ എന്ത് എഴുതി കൊടുക്കും? 2.14 ഈസ് ഈക്വൽ ടു AD/AB. എന്നാൽ നമുക്കറിയാം AB എന്ന് പറയുന്ന ആരാണ്? ഗോപുരമാണ്. അതെത്രയാണ്? 100 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് കൊടുക്കാം? 100. അപ്പോൾ AD കണ്ടുപിടിക്കണം, 100നെ ഒഴിവാക്കണം. AD 100ഉം തമ്മിൽ എന്ത് ചെയ്തിരിക്കുകയാണ്? അവിടെ ഒരു ഡിവിഷൻ നടന്നിരിക്കുകയാണ്. ആ ഡിവിഷൻ നടന്നിരിക്കുന്നതുകൊണ്ട് 100നെ നമുക്ക് ഇപ്പുറം കൊണ്ടുവന്ന് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. 2.14 ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു AD. 21400 എന്ന് എഴുതിയിട്ട് 2 പ്ലേസ് മാറ്റി കുത്തിടാം. ദാറ്റ് ഈസ് AD. സോ AD ഈസ് ഈക്വൽ ടു 214 214 മീറ്റർ എന്ന് കിട്ടി. നമുക്ക് ആ ഉത്തരവും ലഭിച്ചിരിക്കുന്നു. നമുക്കിപ്പോൾ എല്ലാം ആയില്ലേ? അവർ ചോദിച്ചിരിക്കുന്ന എല്ലാം നമ്മൾ ചെയ്തില്ലേ? ആ ഒരു ക്വസ്റ്റ്യന് നമ്മൾ എന്ത് ചെയ്തു? ആൻസർ ചെയ്തു. അപ്പോൾ നമുക്ക് 214 മീറ്റർ എന്ന് എന്ത് ചെയ്തു? ആൻസർ കിട്ടി. ഇവിടെ നമുക്ക് എന്തായിരുന്നു കിട്ടിയത്? ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ 100 മീറ്റർ എന്നുള്ളത് കിട്ടി അല്ലേ? 100 മീറ്റർ എന്നുള്ളത് കിട്ടി. ഇപ്പോൾ ഇവിടെ 214 എന്ന് കിട്ടി. അപ്പോൾ ഈ ചോദ്യം മൊത്തം നമ്മൾ എന്ത് ചെയ്തു? ഇതൊരു 2024 ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 214 മീറ്റർ. അപ്പോൾ ഒരു നല്ല ചോദ്യമാണ്. ടെക്സ്റ്റിൽ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, കാറുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ടെക്സ്റ്റിലുണ്ട്. അതും ചെയ്തു നോക്കുക. ഇത് ചെയ്തിട്ട് നിങ്ങൾക്ക് അതും ചെയ്ത് നോക്കാം, ആ ഒരു വർക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ നമ്മളിന്ന് ചെയ്യുന്നുണ്ട്. ഒരു ക്വസ്റ്റ്യനും കൂടെ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ആ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, ഇതും 2024 ചോദിച്ചൊരു ചോദ്യമാണ്. ഓക്കെ, എ മാൻ സ്റ്റാൻഡിങ് ഓൺ ദ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് സീസ് ദ ടോപ്പ് ഓഫ് എ ടവർ 40 മീറ്റേഴ്സ് എവേ അറ്റ് ആൻ എലിവേഷൻ ഓഫ് 35 ഡിഗ്രി. ഒരാൾ, ഓക്കെ, ഒരു വ്യക്തി ഒരു ബിൽഡിങ്ങിൽ, ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിൽക്കുകയാണ്. അയാളുടെ ഉയരത്തെപ്പറ്റി ഇവിടെ പറയുന്നില്ല. ഉയരത്തെപ്പറ്റി പറയുകയാണെങ്കിൽ കണക്ക് കുറച്ചും കൂടി ഉണ്ടാവും ചെയ്യും. ഓക്കെ, അപ്പോൾ അയാളുടെ ഉയരത്തെപ്പറ്റി പറയുന്നില്ല. അയാളൊരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിൽക്കുകയാണ്. ആ കെട്ടിടത്തിൻ്റെ ചുവട്ടിൽ നിന്ന് 40 മീറ്റർ അകലെയുള്ള ഒരു ടവറുണ്ട്. ടവറിനായിരിക്കും എപ്പോഴും ഹൈറ്റ് കൂടുതൽ കേട്ടോ. ബിൽഡിങ്ങും ടവറും പറഞ്ഞു കഴിഞ്ഞാൽ ടവറിന് ഹൈറ്റ് കൂടുതൽ, ബിൽഡിങ്ങിന് ഹൈറ്റ് കുറവായിരിക്കും. 40 മീറ്റർ അകലെയുള്ള ഒരു എന്താണ് ടവറിൻ്റെ മുകളറ്റം എന്ത് ചെയ്യുന്നു? എവേ അറ്റ് ആൻ എലിവേഷൻ ഓഫ് 35 ഡിഗ്രി, 35 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു. അപ്പോൾ ഒരു ടവറുണ്ട്, ഒരു ബിൽഡിംഗ് ഉണ്ട്. ഈ ബിൽഡിങ്ങിൻ്റെ മണ്ടയിൽ അയാൾ നിൽക്കുകയാണ്. അവിടെ നിന്നുകൊണ്ട് അയാൾ എങ്ങോട്ട് നോക്കുകയാണ്? അയാൾ അവിടെ നിന്നുകൊണ്ട് ഈ ടവറിൻ്റെ മുകളിലേക്ക് നോക്കുകയാണ്. അപ്പോൾ അയാൾ എത്ര ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു? 35 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു. ഓക്കെ, ആൻഡ് സീസ് ദ ഫുട്ട് ഓഫ് ദി ടവർ അറ്റ് എ ഡിപ്രഷൻ ഓഫ് 50 ഡിഗ്രി. അവിടെ നിന്നുകൊണ്ട് തന്നെ അയാൾ ആ ടവറിൻ്റെ താഴേക്ക് നോക്കുകയാണ്, അതിൻ്റെ ചുവട്ടിലേക്ക് നോക്കുകയാണ്. അപ്പോൾ അയാൾ എത്ര ഡിഗ്രിയിലാണ് കാണുന്നത്? 50 ഡിഗ്രി ഡിപ്രഷനിലാണ് കാണുന്നത്. എങ്കിൽ ഡ്രോ എ റഫ് ഫിഗർ യൂസിങ് ദ ഗിവൺ ഡേറ്റ. മുകളിൽ തന്നിരിക്കുന്ന വിവരങ്ങളെ അടിസ്ഥാനമാക്കി ഒരു ഏകദേശ ചിത്രം വരയ്ക്കുക. വാട്ട് ഈസ് ദി ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ്? ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എത്രയാണ്? കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദി ടവർ? ടവറിൻ്റെ ഹൈറ്റ് എത്രയാണ്? കണ്ടുപിടിക്കാം. ഓക്കെ, തന്നിരിക്കുന്ന ഈ ഇതൊന്ന് നോക്കി വെച്ചിരിക്കുക. ഓക്കെ, ടാൻ 35 വന്നിട്ടുണ്ട്, ടാൻ 40 വന്നിട്ടുണ്ട്, ടാൻ 50 തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം ചിത്രം വരയ്ക്കാം. നമ്മളുടെ പണി ചിത്രം വരയ്ക്കുക എന്നുള്ളതാണ്. അത് വരച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അതിന് മാർക്കുണ്ട് കേട്ടോ. ചിത്രം വരയ്ക്കുന്നതിന് എന്തുകൊണ്ട്? മാർക്കുള്ളതാണ്. ഇവിടെ ഒരു ബിൽഡിങ് വരയ്ക്കാം ആദ്യം നമുക്ക്. ഇതാണ് ബിൽഡിങ്ങിന് AB എന്ന് പേര് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ സൈഡിലേക്ക് മാറ്റി AB എന്ന് പറയുന്നത് ബിൽഡിംഗ് ആണ് എന്ന് എഴുതി. ബിൽഡിങ്ങിൻ്റെ മലയാളം കെട്ടിടം എന്നാണ്. ഓക്കെ, കെട്ടിടം എന്ന് എഴുതുക. AB എന്ന് പറയുന്നത് ബിൽഡിംഗ് ആണ്. അടുത്തത് 40 മീറ്റർ അകലെയായിട്ട് ഞാനിവിടെ ഇങ്ങനെ മെൻഷൻ ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ വര കൊടുത്തിട്ട് ഇത് 40 മീറ്റർ എന്ന് കാണിച്ചിട്ട് ഇവിടെ ഒരു ടവർ വരയ്ക്കാൻ പോവുകയാണ്. ടവർ ശ്രദ്ധിക്കുക, ഇതാണ് എൻ്റെ ടവർ. ഓക്കെ, ടവറിന് ഞാൻ CD എന്ന് പേര് കൊടുത്തു. ഇവിടെ നിൽക്കുന്ന ഒരാൾ, ഈ B എന്ന് പറയുന്ന പോയിന്റ് നിൽക്കുന്ന ഒരാൾ നേരെ നോക്കിയാൽ അയാളുടെ സ്ട്രെയിറ്റ് V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും. ശരിയല്ലേ? ഓക്കെ, അയാൾ ഇവിടുന്ന് എലിവേറ്റ് ചെയ്ത് നോക്കുകയാണ്, മുകളിലേക്ക് നോക്കുകയാണ്. ഓക്കെ, മുകളിലേക്ക് നോക്കുമ്പോൾ അയാൾ എത്ര ഡിഗ്രിയിലാണ് കാണുന്നതെന്നാണ് പറഞ്ഞത്? 35 ഡിഗ്രിയിൽ. ഓക്കെ, 35 ഡിഗ്രിയിൽ. ഇവിടെ 35 ഡിഗ്രിയിലാണ് ഇയാളിത് എൻ്റെ ടോപ്പ് കാണുന്നത്, 35 ഡിഗ്രിയിൽ. ഇനി ഇയാൾ ഇവിടുന്ന് താഴേക്ക് നോക്കുന്നുണ്ട്. ശരിയല്ലേ? ഇയാൾ ഇവിടെ നിന്ന് താഴേക്ക് നോക്കുന്നുണ്ട്. താഴേക്ക് നോക്കുന്നത് എങ്ങനെയാണ്? അതങ്ങനെ സിയിലേക്ക്. അപ്പോൾ അയാൾ എത്ര ഡിഗ്രിയിലാണ് കാണുന്നത്? അത് അവിടെ പറയുന്നുണ്ട് 50 ഡിഗ്രിയിൽ. എത്ര ഡിഗ്രി കാണുന്നുണ്ട്? 50 ഡിഗ്രി. ഇതെല്ലാം ഏകദേശ ചിത്രമാണ് കേട്ടോ, പെർഫെക്റ്റ് ഒന്നുമല്ല, ഏകദേശ ചിത്രമാണ്. അപ്പോൾ വരയ്ക്കുമ്പോൾ ആംഗിളിൻ്റെ അകത്ത് ഇവിടെ 35 ഡിഗ്രി ഇത്തിരി വലുതും 50 ഡിഗ്രി ചെറുതുമൊക്കെയാണ്. അത് നിങ്ങൾ നോക്കണ്ട, ജസ്റ്റ് നമ്മളൊരു ഏകദേശ ചിത്രമാണ് വരയ്ക്കുന്നത്. അങ്ങനെയൊക്കെ വരയ്ക്കാൻ പറ്റുള്ളൂ തൽക്കാലം. അതിനകത്തൊന്നും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, നമുക്ക് ആൻസർ കിട്ടിയാൽ മതിയല്ലോ. ആൻസർ കിട്ടും. ഈ ഒരു പിക്ചർ വരച്ചിട്ട് നമുക്ക് ആൻസർ കിട്ടും.
നമ്മൾ ആക്ച്വലായിട്ട് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ കുറച്ചും കൂടി വ്യത്യസ്തമായിരിക്കും ചിത്രം. പക്ഷേ ഇത് ഏകദേശം ചിത്രം കറക്റ്റാണ്. ഇത് മതി നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ, ആൻസറിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ CD എന്ന് പറയുന്നതാണ് എന്ത്? ടവർ. അതും കൂടി എഴുതി വെക്കുക. ഈ CD എന്ന് പറയുന്നത് ടവർ ആണെങ്കിൽ CD വീണ്ടും രണ്ടായിട്ട് ഇവിടെ ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് CD എന്ന് പറയുന്ന വര, ഈ വര, C മുതൽ D വരെ ഈ ഒരു വര രണ്ട് കഷ്ണങ്ങളായില്ല. ഇതാ ഇവിടെ മുതൽ ഇവിടം വരെ ഒരു വരയും ഇവിടെ മുതൽ ഇവിടം വരെ വേറൊരു വരയാണ്. അപ്പോൾ CD എന്ന് പറയുന്നത് ആരൊക്കെ ചേരുന്നതാണ്? CEയും അതുപോലെ തന്നെ EDയും ചേരുന്നതാണെന്ന് ഓർക്ക്. ഇതെല്ലാം നമ്മുടെ തലയിലേക്ക് വരണം. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ തലയിൽ ഉണ്ടാവണം. അപ്പോൾ ഇങ്ങനെയൊക്കെ എഴുതുന്നത് കൊണ്ട് നിങ്ങൾക്ക് അതിനകത്ത് പ്രയോജനം ഉണ്ടാവും, അഡ്വാൻറ്റേജ് ഉണ്ടാവും, ഉറപ്പായിട്ടും അഡ്വാൻറ്റേജ് ഉണ്ടാവും. ഓക്കെ, ശ്രദ്ധിക്കുക. ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം നമുക്ക്. ആദ്യം നമുക്ക് ഈ 50 ഡിഗ്രി ഉണ്ടല്ലോ, ഈ 50 ഡിഗ്രി ഇത് നമ്മൾ നേരത്തെയും പറഞ്ഞതാണ്. ഇങ്ങനെ 50 ഡിഗ്രി വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 50 ഡിഗ്രി വന്നാൽ ആ 50 ഡിഗ്രി എടുത്ത് ഇവിടെ എഴുതി കൊടുക്കണം. ഇത് ഓൾട്ടർനേറ്റീവ് ആംഗിളാണ്, മറുകോൺ പാരലൽ ലൈൻസിൻ്റെ കേസിൽ. എങ്കിലേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 50 ഡിഗ്രി എടുത്ത് നമുക്ക് ഇവിടെ കൊടുക്കാം. ഇവിടെ എത്ര ഡിഗ്രി എന്ന് വരും? 50 ഡിഗ്രി എന്ന് വരും. ഓക്കെ, ഈ 50 ഡിഗ്രി വെച്ചുകൊണ്ട് വേണം നമ്മൾ കണക്ക് ചെയ്യാൻ. ശരി, ആദ്യം നമുക്ക് ഈ ട്രയാങ്കിൾ വരയ്ക്കാം. ട്രയാങ്കിളിൻ്റെ പേര് ഞാൻ പറയുന്നു ACB. നമ്മൾ ആദ്യം വരയ്ക്കാൻ പോകുന്ന ട്രയാങ്കിൾ ഏതാണ്? ACB. നോക്കിക്കോളൂ, ACB വരയ്ക്കാൻ പോവുകയാണ്. ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ഇത് A, ഇത് C, ഇതെന്താണ്? B. ഇതെത്ര? 40 മീറ്റർ. ശരിയല്ലേ? ഇവിടെ 90 ഡിഗ്രി. ഇവിടെ നമ്മളിപ്പോൾ മെൻഷൻ ചെയ്തു ഇവിടെ എത്ര ഡിഗ്രിയാണ്? ഇവിടെ പറയുകയുണ്ടായി ഇത് 50 ഡിഗ്രിയാണ്. അത് ഓൾട്ടർനേറ്റീവ് ആംഗിൾ വെച്ച് എഴുതിയതാണ്. അപ്പോൾ AB കണ്ടുപിടിക്കണം. ശ്രദ്ധിക്കുക, 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആരാ? ഹൈപ്പോട്ടിനസ്. 50 ഡിഗ്രി ഇവിടെ കിടക്കുന്നു, അതിന് ഓപ്പോസിറ്റ് ആരാ? ഓപ്പോസിറ്റ് സൈഡ്. അപ്പോൾ ഇതാരായിരിക്കും? അഡ്ജസൻറ്റ് സൈഡ്. നമ്മൾ നോക്കേണ്ടത്, കണ്ടുപിടിക്കേണ്ടത് ഓപ്പോസിറ്റ്, തന്നിരിക്കുന്നത് അഡ്ജസൻറ്റ്. നേരത്തെ കണക്ക് പോലെ തന്നെ കണ്ടുപിടിക്കേണ്ടത് ഓപ്പോസിറ്റ്, തന്നിരിക്കുന്നത് എന്താണ്? അഡ്ജസൻറ്റ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ടാൻ എന്നുള്ള റിലേഷൻ വയ്ക്കുക. ടാൻ A ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് എന്നുള്ളതാണ്. ഇവിടെ ടാൻ എത്ര ഡിഗ്രിയാണ്? ടാൻ 50 ഡിഗ്രിയാണ്. ടാൻ 50 ഡിഗ്രി കൊടുത്തിട്ടുണ്ട് ക്വസ്റ്റിനകത്ത്. ഓക്കെ, ഓപ്പോസിറ്റിൻ്റെ പേരെന്താണ്? AB ഡിവൈഡഡ് ബൈ AC. ഓക്കെ, ടാൻ 50ൻ്റെ വാല്യൂ നമുക്ക് എഴുതാം. ടാൻ 50ൻ്റെ വില എത്രയാണ്? ടാൻ 50 എന്ന് പറയുന്നത് 1.19 ആണ്. ടാൻ 50 ഈസ് ഈക്വൽ 1.19 ഈസ് ഈക്വൽ ടു AB ഡിവൈഡഡ് ബൈ എത്രയാണ്? 40. അപ്പോൾ നമുക്ക് AB അല്ലേ കണ്ടുപിടിക്കേണ്ടത്? ഓക്കെ, AB അല്ലേ കണ്ടുപിടിക്കേണ്ടത്? ആരാ ഇവിടെ ഒരു അധികപ്പറ്റ്? ഈ 40 ആണ്. ഈ 40നെ നമ്മൾ അപ്പുറത്ത് കൊണ്ട് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എങ്ങനെ മാറും നോക്കാം. നമുക്ക് 1.19 ഇൻറ്റു 40 ഈസ് ഈക്വൽ ടു AB. ഇത് മൾട്ടിപ്ലൈ ചെയ്തെടുക്കണം. ഓക്കെ, ഇത് മൾട്ടിപ്ലൈ ചെയ്തെടുക്കണം. എടുക്കാം. 119 ഇൻറ്റു 40ക്ക് പകരം ഞാൻ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, 36 ഇഷ്ടം 3 7 ഒരു, എന്നിട്ട് 40 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരുന്നെങ്കിൽ അവിടെ എന്ത് വരണമായിരുന്നു? 40 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരുന്നെങ്കിൽ അവിടെ ഒരു 0 വരണമായിരുന്നു. ശരിയല്ലേ? അപ്പോൾ ആ 0 ഞാൻ അവിടെ എന്ത് ചെയ്യണം? കൊടുക്കണം. ആ 0 കൊടുക്കണം. അത് കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ, ഇനി എത്ര പ്ലേസ് മാറ്റി പോയിൻ്റ് ഉണ്ടോ? അവിടെ 2 പ്ലേസ് ഉണ്ടായിരുന്നു. ശരിയല്ലേ? അപ്പോൾ 2 പ്ലേസ് മാറ്റി പോയിന്റ് ഉണ്ടോ? ആൻസർ കിട്ടി 47.60 മീറ്റർ ആണെന്ത്? AB. അപ്പോൾ AB ഈസ് ഈക്വൽ ടു 47.60 മീറ്റർ. AB എന്ന് പറഞ്ഞാൽ ആരാണ്? AB എന്ന് പറഞ്ഞാൽ ആരാണ്? ബിൽഡിങ്. ഓക്കെ, അപ്പോൾ ഹൈറ്റ് ഓഫ് ദി ബിൽഡിങ് കിട്ടി. ഹൈറ്റ് ഓഫ് ദി ബിൽഡിങ് ഈസ് ഈക്വൽ ടു 47.60 മീറ്റർ. ഓക്കെ, അപ്പോൾ അവിടെ ഒരു ടാസ്ക് നമ്മൾ എന്ത് ചെയ്തു? കംപ്ലീറ്റ് ചെയ്തു. സെറ്റല്ലേ? അവിടെ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ അല്ലേ? അടിപൊളിയായില്ലേ? ഇത് നമുക്ക് അവിടെ എഴുതി കൊടുക്കാം. എഴുതി കൊടുക്കാം. ഏകദേശം ഇത്ര നമ്മൾ വരച്ചു. ഇവിടെ നമുക്ക് ബിൽഡിങ്ങിൻ്റെ ഹൈറ്റും കിട്ടി. എത്ര ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് നമുക്ക് കിട്ടിയത്? എത്ര കിട്ടിയത്? 47.60 മീറ്റർ. ഓക്കെ, 47.60 മീറ്റർ അതും കിട്ടി. ശരിയല്ലേ? ഇനി നമുക്ക് എന്താ വേണ്ടുന്നത്? വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദി ടവർ? വാട്ട് ഈസ് ദി ഹൈറ്റ് ഓഫ് ദി ടവർ? ടവറിൻ്റെ ഹൈറ്റ് വേണം. ടവറിൻ്റെ ഹൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളിതാ ഇതിനകത്തുനിന്ന് ഒരാളെ മാറ്റി വരയ്ക്കുകയാണ്. ഇതാണ്ട് ഇയാൾ, ഈ ട്രയാങ്കിളിനെ മാറ്റി വരച്ചാൽ നമുക്ക് DE കിട്ടും. DE. പിന്നെ ഇവിടെ ഇപ്പോൾ AB നമുക്ക് എന്ത് കിട്ടി? AB എന്ന് പറയുന്നത് എത്ര കിട്ടിയത്? 47.60. ഇവിടെയും 47 എന്താണ്? 60 ആണ്. CE എന്ന് പറയുന്നത് 47.60. കണ്ട, നമ്മൾ ഈ ED കൂടെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതവിടെ എഴുതിയിട്ട് തമ്മിൽ ആഡ് ചെയ്താൽ മതി. അപ്പോൾ എന്താവും? CD ആവും. CD എന്ന് പറയുന്നത് CEയും EDയും കൂടെ ആഡ് ചെയ്യുന്നത്. CE ഇപ്പം നമുക്ക് എന്ത് കിട്ടി? 47.60. ഇവിടെ എത്രയാണോ കിട്ടിയത് അത് തന്നെ ആയിരിക്കുമല്ലോ. ഇവിടെ റെക്റ്റാങ്കിൾ പോലെയാണ്.
47.60 ഇവിടെയും കിട്ടി. ഇനി നമുക്ക് ഇ ഡിയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇ ഡിയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടവറിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കാം. അതിന് വേണ്ടി ഈ ട്രയാങ്കിൾ മാറ്റി വരയ്ക്കാം. ഓക്കെ, ശ്രദ്ധിക്കാം. പടം മാറ്റി വരയ്ക്കുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അപ്പുറത്തേക്ക് പോയി നോക്കേണ്ടി വരും. നമുക്ക് നോക്കാം, ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ 35 ഡിഗ്രിയാണ്. ഇനി ഇത് നോക്ക്, ഇത് 40 ആണെങ്കിൽ ഇവിടെയും എത്രയാണ് വരിക? 40 മീറ്ററാണ് വരിക. ഇത് ഞാൻ പറഞ്ഞു ഇതൊരു റെക്റ്റാങ്കിൾ പോലെയാണെന്ന് പറഞ്ഞു. ഇത് റെക്റ്റാങ്കിൾ പോലെയാണ്. അതെ, ഇതൊരു റെക്റ്റാങ്കിൾ പോലെ BECA എന്ന് പറയുന്ന ഒരു റെക്റ്റാങ്കിൾ പോലെയാണ്. ഇത് 40 ആണെങ്കിൽ ഇവിടെയും 40 ആണ്. ഓക്കെ, BED പേര് കൊടുക്കാം. BED ഇവിടെ എത്രയാണ്? 40 മീറ്ററാണ്. എത്ര മീറ്റർ? 40 മീറ്റർ. നമുക്ക് നേരെ എന്ത് ചെയ്യാം? ക്വസ്റ്റ്യനിലേക്ക് പോകാം, ആൻസർ കണ്ടുപിടിക്കുന്നതിലേക്ക് പോകാം. ഓക്കെ, ഇവിടെ 90 ഡിഗ്രിയാണ്, ശരിയല്ലേ? അപ്പോൾ ഒന്ന് നോക്കേ, 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഇവിടെ ആരാ? ഹൈപ്പോട്ടനസ്. 35 ഓപ്പോസിറ്റ് ഇതാരാ? ഓപ്പോസിറ്റ് സൈഡ്. അപ്പോൾ ഇതാരാ? അഡ്ജസൻറ്റ് സൈഡ്. കണ്ടുപിടിക്കേണ്ടത് ഓപ്പോസിറ്റ് തന്നിരിക്കുന്ന അഡ്ജസൻറ്റ്. വീണ്ടും ടാൻ കണ്ട, വീണ്ടും ടാനാണ്. ഓക്കെ, അപ്പോൾ ടാൻ A ഡിഗ്രി ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ എന്ത്? അഡ്ജസൻറ്റ്, എതിർവശം ബൈ സമീപവശം. അപ്പോൾ ടാൻ 35 ഡിഗ്രി ഈസ് ഈക്വൽ ടു DE അല്ലെങ്കിൽ ED. നമ്മൾ ED എന്നല്ല പേര് കൊടുത്തേ, നമുക്ക് ED എന്ന് തന്നെ കൊടുക്കാം. ED ഡിവൈഡഡ് ബൈ എന്ത്? BE. ED ഡിവൈഡ് ബൈ BE. അപ്പോൾ ടാൻ 35ൻ്റെ വില നമ്മൾ എന്ത് ചെയ്യണം? എഴുതണം. ടാൻ 35ൻ്റെ വില എത്രയാണെന്ന് നോക്കാം. ടാൻ 35 ഡിഗ്രി 0.70. ഓക്കെ, 0.70 ഇസ് ഈക്വൽ ടു ED ഡിവൈഡഡ് ബൈ BE എന്ന് പറയുന്നത് എത്രയാണ്? BE 40 ആണ്. നമുക്ക് ED ആണ് വേണ്ടുന്നത്. 40 അതിൽ അധികപ്പറ്റാണ്, അപ്പുറത്തുകൊണ്ട് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ. അപ്പോൾ 0.70 ഇൻറ്റു 40 ഇസ് ഈക്വൽ ടു ED. ഇത് മൾട്ടിപ്ലൈ നമ്മളിവിടെ എഴുതുമൊന്നും വേണ്ട. 4 × 7 28 അല്ലേ? 4 7 28. 7 4 28. 2 0 കൊടുക്കുക. അതേപോലെ തന്നെ 2 പ്ലേസ് മാറ്റി എന്ത് ചെയ്യുക? കൊടുത്തിട്ട് ഇസ് ഈക്വൽ ടു ED. നമുക്ക് ആൻസർ കിട്ടി. ED ഇസ് ഈക്വൽ ടു എത്രയെന്ന് കിട്ടി? 28 മീറ്റേഴ്സ്. അപ്പോൾ ED എന്ന് പറയുന്നത് എന്താണ്? 28 മീറ്ററാണ്. ED 28 മീറ്റർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ടവറിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ED 28 മീറ്റർ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് തമ്മിൽ എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ ടവറിൻ്റെ നീളം എന്ന് പറയുന്നത്, ഓക്കെ, ഹൈറ്റ് ഓഫ് ദി ടവർ. ശ്രദ്ധിക്കുക, നമ്മൾ തീർന്നു, കണക്ക് ചെയ്ത് തീർന്നു. സി പാർട്ട് ക്വസ്റ്റ്യനാണ്. ഹൈറ്റ് ഓഫ് ദി ടവർ ഈസ് ഈക്വൽ ടു എത്രയൊക്കെ തമ്മിൽ ആഡ് ചെയ്യുന്നതാണ്? 47.60 28 കൂടെ ആഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇത് തമ്മിൽ ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അറിയത്തില്ലെങ്കിൽ ഇവിടെ നോക്കുക. 47.60 പ്ലസ് 28 ഇവിടെ എഴുതിയാൻ പറ്റുമോ? ഇല്ല, അവിടെ നിന്ന് എഴുതിക്കൂടാ. 28 ഒരു എന്താണ്, ഒരു ഇൻറ്റിജർ വാല്യൂ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മളതിനെ എന്താക്കണം? ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ കൺവേർട്ട് ചെയ്യാൻ എളുപ്പമാണ്. 28 എഴുതി പോയിൻ്റ് കൊടുത്ത് 2 0 കൊടുത്താൽ മതി, കൂട്ടാൻ വേണ്ടിയിട്ടും കുറയ്ക്കാൻ വേണ്ടിയിട്ടും. 0 6 പോയിൻറ്റിന് താഴെ പോയിൻറ്റ് 8 7 15 5 റിമൈൻഡർ 1 4 2 6 1 7. എത്ര ആൻസർ? 75.60 മീറ്റർ. 75.60 മീറ്റർ എന്നുള്ളതാണ് എന്തിൻ്റെ ഹൈറ്റ്? ടവറിൻ്റെ ഹൈറ്റ്. അപ്പോൾ ഓക്കെ അല്ലേ? നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞതെന്ന് നോക്കുക. അപ്പോൾ ഇവിടെ ഈ ആൻസർ നമുക്ക് എന്ത് ചെയ്തു? കിട്ടി. നിങ്ങളെല്ലാവരും ചെയ്തു നോക്കുക, തനിയെ ചെയ്തു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ മാത്രം എന്ത് ചെയ്യുക? ഇതിനകത്ത് നോക്കി ആൻസർ എവിടെയാണ് കിട്ടാത്തതെന്ന് നോക്കുക. അല്ലാതെ ഇത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്, അല്ലാതെ വലിയൊരു കാര്യമൊന്നുമല്ല. 2 ക്വസ്റ്റ്യൻ നമ്മളൊന്ന് ചെയ്തത്, 2 ക്വസ്റ്റ്യനും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയത് എത്രയാണ്? ഫൈനൽ ആൻസർ കിട്ടിയത് 75.60. ഇതിവിടെ എഴുതി കൊടുക്കാം. 75.60 മീറ്റർ. ഇവിടെയും 75.60 മീറ്റർ. ഓക്കെ, നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു? കംപ്ലീറ്റ് ചെയ്തു. അടിപൊളിയല്ലേ? അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയിട്ട് ടെക്സ്റ്റിനകത്ത് ആ ലാസ്റ്റ് സെക്ഷനിൽ കിടക്കുന്ന എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യണം. കാര്യം അവിടെ നിന്ന് നമുക്ക് എങ്ങനെ പോയാലും ഒരു 5 6 മാർക്ക് കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. ഇപ്പോൾ ഒരു 5 മാർക്ക് എന്തായാലും കിട്ടും, അത് കളയാൻ പാടില്ല. അപ്പോൾ കുറച്ചും കൂടി ടഫായിട്ടുള്ള വേറെ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള വേറെ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.